നമസ്കാരം. നമ്മളെല്ലാവരും ഇന്ന് പത്രങ്ങളിൽ വായിച്ചറിഞ്ഞതുപോലെ ഇറാൻ്റെ പ്രസിഡന്റ് പെഷേസ്കിയാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നു. മീഡിയേറ്റർ എന്ന നിലയിൽ പാകിസ്ഥാൻ്റെ പ്രസിഡന്റും അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്ന ദിവസത്തേക്കാൾ ഒരു ദിവസം മുൻപാണ് ഈ സൈനിങ് നടക്കുന്നത്. ഇന്നാണ് അത് സൈൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത് ബുധനാഴ്ച തന്നെ ട്രംപ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ അത് പെഷേസ്കിയാൻ സൈൻ ചെയ്തു. ട്രംപ് സൈൻ ചെയ്തിട്ട് ദാറ്റ് ഈസ് ക്യാരി ടു പെഷേസ്കിയാൻ അവിടെ വെച്ച് സൈൻ ചെയ്യുന്നു. എന്നിട്ട് ട്രംപ് ഇത് സൈൻ ചെയ്ത് ഉടനെ തന്നെ സൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന് G7 തന്നെ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം അത് പെഷേസ്കിയാൻ സൈൻ ചെയ്തിട്ട് അദ്ദേഹം അതൊക്കെ പൊന്തിച്ച് പിടിച്ച് കാണിച്ച് ട്രംപിൻ്റെ സിഗ്നേച്ചറൊക്കെ കാണിച്ചുകൊണ്ട് പത്രങ്ങളിൽ വാർത്ത വരുന്നു. ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപ് ഉണ്ടായിരുന്ന രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തതിൽ വളരെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഇത് സൈൻ ചെയ്യും എന്ന് പറഞ്ഞ ദിവസങ്ങളിലേ അല്ല സൈൻ ചെയ്തിട്ടുള്ളത്. ഞായറാഴ്ച ഒരു സിഗ്നേച്ചറിൻ്റെ കാര്യം പറഞ്ഞു, അത് തിങ്കളാഴ്ചയാണ് ചെയ്തത്. അപ്പോൾ അതിന് കാരണമായിട്ട് പറഞ്ഞത് ട്രംപിൻ്റെ ജന്മദിനം അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ആഘോഷിപ്പിക്കേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ തിങ്കളാഴ്ച ഒപ്പിട്ടു എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം. ഇനി ഈ ഒരു സംഗതി ഇത് പറഞ്ഞതിനേക്കാൾ 1-2 ദിവസം മുൻപ് നേരത്തെ ഒപ്പിട്ടു. മാത്രമല്ല, ഒപ്പിടുമെന്ന് പറഞ്ഞിരുന്ന ആളുകൾ കാലിബാഫും വൈസ് പ്രസിഡന്റ് ഇവാൻസുമാണ് ഇത് ഒപ്പിടുമെന്ന് പറഞ്ഞത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവാൻസും ഇവരുടെ പാർലമെന്ററി സ്പീക്കർ, ഇറാന്റെ പാർലമെന്ററി സ്പീക്കറായിട്ടുള്ള കാലിബാഫും ഒപ്പിടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവസാനം വന്നപ്പം ഇത് ഹയസ്റ്റ് പൊസിഷനിലുള്ള ആളുകളാണ് ഇതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. എല്ലാം പ്രസിഡന്റുമാരാണ്. ഇറാന്റെ പ്രസിഡന്റ് ഒപ്പിട്ടിരിക്കുന്നു, അമേരിക്കയുടെ പ്രസിഡന്റ് ഒപ്പിട്ടിരിക്കുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് അതേ സ്റ്റാറ്റസിലുള്ള പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അതിനകത്ത് മീഡിയേറ്റർ എന്ന നിലയിൽ അദ്ദേഹവും സൈൻ ചെയ്തിരിക്കുന്നു, സാക്ഷി എന്ന നിലയിൽ. ഇപ്പം ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സിഗ്നേച്ചറിൽ എന്തൊക്കെയോ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സീക്രട്സ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ സംഗതിയാണ്. കാരണം ആരെയൊക്കെയോ എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കാനും അല്ലെങ്കിൽ ധരിപ്പിക്കാനും വിചാരിച്ചുകൊണ്ടാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനുശേഷം മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ 14 ക്ലോസുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ലെബനോൺ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും വെടിനിർത്തൽ നടത്തുകയും ലെബനോണിന്റെ പരമാധികാരം പുനഃസ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തെ ക്ലോസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇസ്രായേലുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന വിഷയമാണെന്ന് നമുക്കറിയാം. ലെബനോണിൽ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടതിന് ശേഷവും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഇതിനകത്തൊരു സിഗ്നേറ്ററി അല്ല തങ്ങൾ, ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനൊരു സിഗ്നേറ്ററി അല്ല തങ്ങൾ എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അവരുടെ പ്രവൃത്തികൾ വഴി തന്നെ പ്രഖ്യാപിക്കുകയാണ്. വർത്തമാനം അവർ പറയുന്നില്ല, അവരതിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ ദേ ആർ കണ്ടിന്യൂയിങ് ഇറ്റ്. മാത്രമല്ല, ഇസ്രായേലിന്റെ സുരക്ഷിതത്വം ഉറപ്പാകുന്നത് വരെ ലെബനോണിലെ അവർ പിടിച്ചെടുത്ത 1 ഇഞ്ച് സ്ഥലം പോലും അവർ തിരികെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അവർ പറയുന്നുണ്ട്. ഇത് ലെബനോണിനെ സംബന്ധിച്ച്, ലെബനോണിന് ഒരു പ്രസിഡന്റ് ഉണ്ട്, ജോസഫ് ഔണാണ് അവിടുത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അവിടെ വോയിസ് ഇല്ല, വോയിസ് ഉള്ളത് ഹെസ്ബുള്ളയ്ക്കാണ്. ഇപ്പോൾ ഹെസ്ബുള്ളയും ഈ ഇതിൽ പാർട്ടിയല്ല, സിഗ്നേറ്ററി അല്ല. ഹെസ്ബുള്ളയും ഇതിനകത്ത് പാർട്ടിയല്ല. അപ്പോൾ ലെബനോണിലെ ഫൈറ്റിംഗ് ഗ്രൂപ്പ്സ് ഇതിനകത്ത് പാർട്ടിയല്ല. ഇനി ഈ യുദ്ധം തുടങ്ങിയത് വാസ്തവത്തിൽ ഇസ്രായേലിന് വേണ്ടിയാണ്, പ്രധാനമായിട്ടും ഇസ്രായേലിന് വേണ്ടിയാണ് ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇവര് ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ പലതവണ ആക്രമിച്ചു. ചില ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ മറുപടി കൊടുത്തു. ഈ ന്യൂക്ലിയർ വെപ്പന്റെ ഒരു ഭീഷണി നാളെ ഞങ്ങളത് ഉണ്ടാക്കി ഇസ്രായേലിന്റെ തലയെ കൊണ്ട് ഇടുമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ശരിക്കും പാർട്ടി നമ്പർ 1 എന്ന് പറയുന്നത് ഇസ്രായേലും ഇറാനുമാണ്. ഇവിടെയും ഇസ്രായേൽ ഒപ്പിട്ടിട്ടില്ല. സോ ഈ ഇസ്രായേൽ ഇതിനകത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ഇസ്രായേൽ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്നുള്ളത് ഏറ്റവും രസകരമായ സംഗതിയാണ്. ഇനി ഹോർമൂസിനെ സംബന്ധിച്ച് നമ്മളുടെ പല പത്രങ്ങളും പറയുന്നത് 60 ദിവസം കഴിഞ്ഞാൽ ഹോർമൂസിൽ ടാക്സ് തുടങ്ങും എന്നാണ്. 60 ദിവസത്തെ വെടിനിർത്തലാണ് ഒപ്പിടുന്നത്. എന്നാൽ 60 ദിവസം കഴിഞ്ഞാൽ വെടി തുടങ്ങും എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം ഈ 60 ദിവസം എന്നുള്ളത് ഈ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സമയമാണ്. മാത്രമല്ല, ഇതൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എഗ്രിമെന്റ് അല്ല. ഇതിനകത്തെ 14 ക്ലോസുകൾ എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്, അല്ലാണ്ട് തീരുമാനമെടുത്ത വിഷയങ്ങളല്ല. എല്ലാ വിഷയങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ലെബനോൺ അടക്കം ഉള്ള വിഷയങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ ഡിസ്കസ് ചെയ്ത് തീരുമാനത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒരു എഗ്രിമെന്റിലേക്ക് എത്തുമോ, യുദ്ധം അവസാനിക്കുമോ എന്ന് തീരുമാനിക്കുന്ന പോയിന്റ്. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിസിൽ നടക്കുന്ന ഡിസ്കഷൻ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഫ്രൂട്ട് എന്താണ്, ഫലം എന്താണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും.
അതിൽ മാത്രമല്ല ഇതിനകത്ത് പുറത്ത് പറയുന്ന പല വിഷയങ്ങൾ ന്യൂക്ലിയർ ഇഷ്യൂവിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നില്ല. കരാറാണ്. പിന്നെ പിന്നാമ്പുറത്ത് പറഞ്ഞു കേൾക്കുന്ന കഥകളൊന്ന്, ഇതിനകത്ത് എഴുതിയതായിട്ടുള്ള കഥകളൊന്ന്. അപ്പോൾ അമേരിക്കയിൽ വ്യാപകമായിട്ട് പറയുന്ന ഒരു സീക്രട്ട് ഡീൽ ഉണ്ട് എന്നുള്ളതാണ് അമേരിക്കയിലെ ഡെമോക്രാറ്റ്സ് ഉറപ്പിച്ച് പറയുന്ന ആ സീക്രട്ട് ഡീൽ എന്താണെന്ന് ഞങ്ങൾക്കറിയണം. സീക്രട്ട് ഡീൽ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിന്റെ പിന്നിൽ ഒരു സീക്രട്ട് ഡീൽ ഉണ്ട് എന്നുള്ളതാണ് ഡെമോക്രാറ്റ്സിന്റെ വാദം. നേരെ മറിച്ച് ഇറാനിലെ ഇതിനകത്തുള്ളൊരു ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു ഏകാധിപത്യ രാജ്യമാണ്. ഏകാധിപതി എന്ന് പറയുന്നത് മോജ്തബ ഖമനേയി ആണെന്നാണ് വെപ്പ്. അദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ സൈനില്ല, അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയതല്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് പോലും പുറത്തു വന്നിട്ടില്ല, വീഡിയോ മെസ്സേജസ് ഒട്ടുമില്ല. അപ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ഇറാൻകാർക്ക് മാത്രം അറിയുന്ന ഒരു വിഷയമാണ്. ഉണ്ട് എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് സംശയം പറയുന്നുണ്ട്. അദ്ദേഹം ജീവനോടെ ഉണ്ട്, പുറത്തു കാണിക്കാനാവാത്ത വിധം അദ്ദേഹത്തിന്റെ മുഖത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇനി ഈ ഇറാനെ സംബന്ധിച്ച് എന്തായാലും ശരി, അതൊരു ഓട്ടോക്രാറ്റിക് കൺട്രിയാണ്. ഒരു പക്ഷേ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിരിക്കാം. നേരെ മറിച്ച് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഡെമോക്രാറ്റിക് നേഷൻസ് ആണ്. ഇവരുടെ ഈ ട്രംപ് എന്ന് പറയുന്ന ആളിരിക്കുന്ന കസേരയുടെ ബലം എന്ന് പറയുന്നത് അതിന്റെ ചോട്ടിലുള്ള ജനമാണ്. ജനം മാറി കഴിഞ്ഞാൽ കസേര താഴോട്ട് വീഴും. അദ്ദേഹത്തിന് പിന്നെ ദർ ഇസ് നോ പവർ, പിന്നെ അദ്ദേഹത്തിന് പവർ ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ജനങ്ങളെ ചില കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിച്ച് പറ്റൂ. കാരണം അവർ ജനങ്ങളുടെ പ്രതിനിധികളാണ്. ഇറാനിൽ സംസാരിക്കുന്നവർ ജനങ്ങളുടെ പ്രതിനിധികളല്ല. അവർക്ക് ഇഷ്ടം പോലെ പെരുമാറാൻ കഴിയുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ രാജ്യത്തിൽ അവർക്ക് ചില ആവശ്യങ്ങളുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് മിഡ് ടേം പോൾ വരുന്നു November 6. അതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വിജയം നേടിക്കൊടുക്കുക എന്നുള്ളത് ട്രംപിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഈ വാറിൽ ഒരു തീരുമാനം ഉണ്ടാവേണ്ടത് ആ ഇലക്ഷന്റെ റിസൾട്ടിൽ മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ആവശ്യമാണ്. നേരെ മറിച്ച് ഇസ്രായേലിലാണെങ്കിൽ ഒരു സമ്പൂർണ്ണ വിജയത്തിൽ കുറഞ്ഞ ഒന്നും കൊണ്ട് ഇസ്രായേൽ ജനത അടങ്ങുകയില്ല. അവരെ സംബന്ധിച്ച് ഇറാനെ പരിപൂർണമായിട്ട് തീർക്കണം, ലെബനോനെ പരിപൂർണമായിട്ട് കീഴടക്കണം, ഹിസ്ബുള്ള ഒരു പൊടി പോലും ബാക്കി ഉണ്ടാവരുത്, ഹമാസിന് ഒരു തരി പോലും ബാക്കി ഉണ്ടാവരുത്. അതാണ് ഇസ്രായേലിന് ആവശ്യമുള്ള സംഗതി. അപ്പം ഇസ്രായേലിൽ ഇത് നടപ്പാക്കാതെ ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നെതന്യാഹുവിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നെതന്യാഹുവിന്റെ കസേരയും ജനത്തിന് തലയിരിക്കുന്ന കസേരയാണ്. ജനം തല മാറ്റിയാൽ നെതന്യാഹു താഴെ വീഴും. നേരെ മറിച്ച് ഇറാനിൽ വിവിധ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ പുറത്തേക്ക് വരുന്ന പ്രസ്താവനകൾ ഖമനേയി പറയുന്നത് ഖമനേയുടേതായിട്ട് വന്ന ശബ്ദം, കാരണം ഖമനേയാണല്ലോ ഇതിനകത്ത് ടോപ്പായിട്ടുള്ള ആൾ, അദ്ദേഹത്തിന്റെ അനുവാദത്തോടെയാണ് പെഷേസ്കിയാൻ ഇതിൽ ഒപ്പിട്ടത് എന്ന് ഖമനേയി പ്രത്യേകമായി പ്രസ്താവിച്ചതായി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ അദ്ദേഹം ഒന്നാമതായിട്ട് പറയുന്നത് ഈ പെഷേസ്കിയാൻ എന്ന് പറയുന്ന വ്യക്തിയെ, രാജ്യത്തിന്റെ പരമോന്നതനായിട്ടുള്ള അധികാരിയായിട്ടുള്ള പ്രസിഡന്റിനെ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ അമേരിക്കയുമായിട്ടുള്ള ഇടപാടിൽ ഈ പെഷേസ്കിയാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പറയുന്നത് ട്രംപ് സർവ്വവിധ ട്രിക്കും കളിച്ചിട്ട് അവസാനം കാല് പിടിച്ച് വാങ്ങിയെടുത്തതാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്. മൂന്നാമത് പറയുന്നത് ഞങ്ങൾ ഫ്യൂച്ചർ നെഗോസിയേഷനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, ഇത് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ല, ഒരു എഗ്രിമെന്റ് ആണ് എന്ന മട്ടിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നതെന്ന് വേണം നമ്മൾ വിചാരിക്കാം. അപ്പൊ അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ കാര്യം ഫ്യൂച്ചർ നെഗോസിയേഷൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കീഴടങ്ങും എന്നുള്ളതിന്റെ സൂചനയൊന്നുമല്ല. വിച്ച് മീൻസ് അദ്ദേഹം പറയുന്നത് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എഴുതി വെച്ചതൊക്കെ തന്നെയാണ് കാര്യം, അത് അപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. അത് ആരോടാണ് പറയുന്നത് എന്നുള്ളത് വേറെ വിഷയം. ദെൻ നാലാമത്തെ വിഷയം, യെസ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ അദ്ദേഹം അത് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു. ഇനി ക്വാലിബാഫിൻ്റെതായിട്ടൊരു പ്രസ്താവന, അദ്ദേഹം വല്ലാതെ മുൻപോട്ട് വന്നിട്ടില്ല, അദ്ദേഹം പുറകെ നിൽക്കുകയാണ്. പെഷേസ്കിയാനാണ് സൈൻ ചെയ്ത പേപ്പറൊക്കെ ഉയർത്തി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വാലിബാഫ് പറയുന്നത് ഞങ്ങളെ പലപ്പോഴും ഇവർ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇത്തവണ ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിശക്തമായിട്ട് തിരിച്ചടിക്കും എന്നുള്ളതാണ് ക്വാലിബാഫിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഈ പ്രസ്താവനകൾ ചേർത്ത് വെച്ച് നമ്മൾ ഇവരാരോടാണ് സംസാരിക്കുന്നത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ടേബിളിലിരുന്ന് അമേരിക്കയോട് പറയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവർ ടേബിളിലിരുന്ന് അമേരിക്കയോടല്ല പറയുന്നത്. ഇവിടെ താസിം എന്ന് പറയുന്ന ന്യൂസ് ഏജൻസിയിലൂടെ ഇറാനിലെ ഭീകരരോടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം ഇറാനിലെ ഭീകരരെ അല്ലെങ്കിൽ ഭീകര പ്രവർത്തകരെ IRGCയുടെ ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇറാനിലെ റെജീമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ തലവേദന എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഡീഡിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പം ആ ഇഷ്ടമില്ലാത്ത ഡീഡിൽ എല്ലാം നമുക്ക് അനുകൂലമാണ്. ഈ ട്രംപ് എന്ന് പറഞ്ഞവൻ വന്ന് നമ്മുടെ കാലിൽ വീണ് കരഞ്ഞ് നിലവിളിച്ചതുകൊണ്ട് നമ്മൾ സൈൻ ചെയ്ത് അവനെ അങ്ങ് രക്ഷപ്പെടുത്തി വിട്ടതാണല്ലേ, അവനെ നമ്മൾ ഞെരിച്ചു കൊല്ലുമായിരുന്നു. കൂടാതെ ഈ പെഷേസ്കിയാൻ എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിക്കുക, അതായത് പെഷേസ്കിയാനെ ഇപ്പൊ ഈ മൊജ്തബ ഖമനേയിയുടെ പ്രസ്താവനയിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് പെഷേസ്കിയാനെ രാജ്യത്തിന്റെ പരിപൂർണ അധികാരിയായി നിയമിച്ചിരിക്കുന്നു എന്നുള്ള, അല്ല അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള
പറയാതെ പറയുന്ന വരികൾ ഇതിനകത്തുണ്ട്. അപ്പം ഇത് പതുക്കെ ഈ മത നേതൃത്വത്തിൽ നിന്ന് സിവിലിയൻ ഭരണകൂടത്തിലേക്ക് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സെറ്റപ്പിലേക്ക് ഇത് പതുക്കെ ചായുന്നതാണ് നമ്മൾ കാണുന്നതെന്ന് വേണം ഈ പ്രസ്താവനകൾ വായിക്കുന്നതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് മൊജ്തബ ഖമനേയി തൻ്റെ ഒരു പരിപൂർണ റെപ്രസെൻറ്റേറ്റീവായി പെഷേസ്കിയാനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. മൊജ്തബ ഖമനേയി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. എന്തായാലും ശരി, അങ്ങനെ ഒരു 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 സ്ഥാപിക്കൽ അതുകൊണ്ടാണ് അത് ക്വാലിബാഫ് ഒപ്പിടാതിരുന്നത്. ക്വാലിബാഫ് ഒപ്പിട്ട് കഴിഞ്ഞാൽ ലെജിറ്റിമസി കിട്ടൂല. അദ്ദേഹം പാർലമെന്റ് സ്പീക്കർ മാത്രമാണ്, പ്രസിഡന്റ് അല്ല. വാസ്തവത്തിൽ അധികാരം കൈയാളുന്നത് ക്വാലിബാഫ് തന്നെയാണ്. ഇറ്റ് അപ്പിയേഴ്സ്, പുറമേ നിന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ക്വാലിബാഫാണ് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. പെഷേസ്കിയാൻ ഒപ്പിട്ടാലും ക്വാലിബാഫ് പറയുന്ന സ്ഥലത്താണ് പെഷേസ്കിയാൻ ഒപ്പിട്ടുള്ളത്. ഒരു പക്ഷേ എക്സിസ്റ്റിംഗ് ഖമനേയി എന്ന് പറയുന്നതും ക്വാലിബാഫ് തന്നെ ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. മറ്റേ ഖമനേയി, കാരണം ഈ IRGC എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് സ്പ്ലിറ്റ് ആയിപ്പോയി. അതിൻ്റെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ പോയി. അതിന് ഈ മരിച്ചുപോയ ഖമനേയിയെ ചേർത്തുകൊണ്ടുള്ള മുത്ത് പോലെ കോർത്ത ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഈ ഖമനേയിയെ കൊന്നതോടെ, അവരുടെ സീനിയർ കമാൻഡേഴ്സിനെ മുഴുവൻ കൊന്നുകളഞ്ഞതോടെ അതിൻ്റെ സ്ട്രക്ചർ മുഴുവൻ പൊട്ടിപ്പോയി. പക്ഷെ അവർ ഈ സ്ട്രക്ചർ പൊട്ടിയാലും യുദ്ധം ചെയ്യാനുള്ള രീതിയിൽ റീജിയൺ കമാൻഡേഴ്സിനെ നേരത്തെ നിയമിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ മിസൈൽ അയക്കുന്ന പരിപാടി ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഈ റീജിയണൽ കമാൻഡേഴ്സിന് കോർഡിനേഷനില്ല, അവർ ഒന്നിച്ച് നിൽക്കില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും റീജിയണൽ കമാൻഡേഴ്സിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഒന്നും എടുക്കുന്ന തീരുമാനങ്ങളല്ല. ഇതിന് ഇപ്പോൾ IRGCക്ക് ഒരു ചീഫുണ്ട്. ആ ചീഫിനെ മുഴുവൻ റീജിയണൽ കമാൻഡേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇത് രാജ്യത്ത് മുഴുവൻ ചെതറിക്കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ചെതറിക്കിടക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി പറയുന്ന ന്യൂസ്, മൈക്കിലൂടെ പറയുന്ന ന്യൂസാണ് വാസ്തവത്തിൽ ഇത്. അതായത് ഖാലിബാഫ് പെഷേസ്കിയാൻ രാജ്യത്തിൻ്റെ പരമാധികാരിയാണ്, അദ്ദേഹമാണ് കാര്യങ്ങൾ ഡീല് ചെയ്യുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇതിനകത്ത് നിന്ന് ഇറാനിയൻ ജനതയോട് മൊജ്തബ ഖമനേയിയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടുള്ള മെസ്സേജ് എന്ന് മനസ്സിലാക്കണം. വിച്ച് മീൻസ് ഇതൊരു ഡെമോക്രാറ്റിക് സെറ്റപ്പിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മദർ റെജീമിൻ്റെ പിടി ഏതാണ്ട് പൂർണ്ണമായും അയഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ നേരെ പറഞ്ഞ് വെസ്റ്റേൺ സൈഡിൽ നിന്ന് അവരുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവനകളൊന്നും വരുന്നില്ല. കാരണം അവർ ഈ വെച്ചിട്ടുള്ള കാര്യം ഡെമോക്രാറ്റിക് നേഷനാണ്. ഈ 14 കാര്യങ്ങളെക്കുറിച്ച് വലിയ ചർച്ചയുണ്ടാവും, അവരുടെ ഇടയിൽ ഡിസ്കഷൻ ഉണ്ടാവും. അത് അമേരിക്ക ലാഭമാണോ നഷ്ടമാണോ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും. ദാറ്റ് ഇസ് നോർമൽ. നേരെ മറിച്ച് ഇവിടെ ഇറാനിൽ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ, ജനത്തിന് ശബ്ദമില്ല. ഈ ശബ്ദം എന്ന് പറയുന്നത് നമ്മൾ ഈ കേൾക്കുന്നതിൽ നിന്ന് നമ്മൾ കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കണം. എന്താണ് ഇവിടെ ഇറാനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിഷയം. കാരണം ഈ യുദ്ധം ഇറാന്റെ മേലെയാണ്, അല്ലാണ്ട് അമേരിക്കയുടെ മേലെ യുദ്ധമില്ല. ഇസ്രായേൽ യുദ്ധമുണ്ട്, അത് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചൊരു പുതുമയുള്ള കാര്യമല്ല. അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും, അത് അവരുടെ രീതിയാണ്. നേരെ മറിച്ച് ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുമ്പോഴും അമേരിക്കയെ ബാധിക്കാത്തൊരു യുദ്ധമാണ്. കുറേ ദൂരെ സാമ്പത്തികമായിട്ട് ബാധിക്കുന്നുണ്ട്, ബാക്കി ഒരു തരത്തിൽ അത് ബാധിക്കുന്നില്ല. അപ്പം ഈ യുദ്ധത്തിലെ വാസ്തവത്തിൽ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ കാൽക്കുലേഷന് പുറത്തേക്ക് പല കാര്യങ്ങളും സംഭവിച്ചു. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനിൽ നിന്ന് ആരോ ഒരാൾ ജനകീയ മുന്നേറ്റം സക്സസ്ഫുൾ ആകും എന്ന് കൃത്യമായി ഉറപ്പ്, വിശ്വസിക്കാവുന്ന ഉറപ്പ് അമേരിക്ക കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അവർ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ വാക്ക് പറഞ്ഞവർക്ക് അത് പാലിക്കാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ ഖാലിബാഫ് തന്നെ ആയിരിക്കാം ഈ വാക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ കയ്യിലേക്ക് അധികാരം എത്തിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അധികാരം സുരക്ഷിതമായി എന്ന് ഉറപ്പിക്കാവുന്ന ഒരു രീതിയിലാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനകത്ത് ഡിസ്കഷൻ വരും. കാരണം നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും, അതായത് നേരത്തെ പറഞ്ഞ് തീരുമാനിച്ച കാര്യം, ഇറാൻ പോലും ചോദിച്ചത് $24 ബില്യൺ റിലീസ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതായി പറയപ്പെടുന്ന മുഴുവൻ ഫ്രോസൺ അസറ്റ്സും റിലീസ് ചെയ്യുന്നതാണ്. നിശ്ചയമായിട്ടും അത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ അമേരിക്കയിലെ ഡെമോക്രാറ്റ്സ് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് ഹിഡൻ അജണ്ടകളുണ്ട്. 3000 ബില്യൺ സഹായം ഇറാന് കിട്ടും എന്നാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് അത്തരത്തിലുള്ള യാതൊരു സഹായവും ഇല്ല. ഈ ദറ്റ് മീൻസ് റീപാർട്ടിയേഷൻ എന്നാണ് അതിന് പറയുന്നത്. യുദ്ധത്തിൽ വന്ന് നഷ്ടം നികത്തി കൊടുക്കുക, അത്തരത്തിലുള്ള സഹായങ്ങളൊന്നുമില്ല. അവിടെ അമേരിക്കൻ കമ്പനികൾ, ലോകമെമ്പാടുമുള്ള കമ്പനികൾ, പ്രൈവറ്റ് കമ്പനികൾ ഓൾറെഡി ഇറാനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഇറാൻ വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള രാജ്യമാണ്, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയുള്ള രാജ്യമാണ്. അവിടെ 300 ബില്യണോ അതിൽ കൂടുതൽ ഡോളേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഇന്റർനാഷണൽ കമ്പനികൾ 100 വട്ടം തയ്യാറാണ്. അപ്പോൾ അത് ആ ഇൻവെസ്റ്റ്മെന്റ് നിശ്ചയമായിട്ട് ഇറാന് ഗുണകരമാണ്. പക്ഷേ ഇറാനിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാശല്ല, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവർ അവിടെ ലാഭം കണ്ടിട്ടാണ്. ലാഭം നിശ്ചയമായിട്ടും കമ്പനിക്ക് മാത്രമല്ല ഇറാനിൽ ലാഭം കിട്ടും. കാരണം ഇതൊരു മ്യൂച്വൽ ബിസിനസ് ആണ്. അപ്പം ആ തരത്തിൽ ചെയ്യുന്നതാണ് ഇതിനകത്ത് ഉള്ളതായി കാണുന്നത്. അപ്പം ഇതിനകത്തുള്ളതായി കാണുന്നത് ഈ $300 ബില്യൺ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന മട്ടിലുള്ള, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന മട്ടിലുള്ള ഒരു സംഗതിയാണ്. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങളാരും ഒന്നും കൊടുക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ നഷ്ടം നികത്തി തരണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ ഹാർമൂസിനെ സംബന്ധിച്ച് പറഞ്ഞത് 60 ദിവസം കഴിയുമ്പം ഞങ്ങൾ ലെവി പിരിക്കും എന്ന നിലയിൽ ഒരു പ്രസ്താവന ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നു. അപ്പോൾ തന്നെ സൗദി അറേബ്യ ഇതിനകത്ത് ആക്ച്വലി ഉള്ളത്
ഒമാനും ഇറാനും തമ്മിൽ ചേർന്ന് ഇത് തീരുമാനമെടുക്കും, മറ്റ് ഗൾഫ് രാജ്യങ്ങളോട് ചേർന്ന് ആലോചിച്ചുകൊണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് എൻ്റയർ ഗൾഫ് നേഷൻസ്, GCC നേഷൻസ് പൂർണ്ണമായിട്ടും ഒമാനും ഇറാനും ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്ത് ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിലപാടിലെത്തുമെന്നാണ്. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇന്ന് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയാണോ ഹോർമസ് കടലിടയ്ക്ക് യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരിക്കണം യുദ്ധത്തിന് ശേഷവും എന്ന് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലെവി വിരിക്കുന്ന കാര്യത്തിലേക്കൊന്നും ഒരു GCC രാജ്യവും അംഗീകാരം കൊടുക്കുകയില്ല. നമ്മൾ നടന്നു പോകുന്ന ഒരു വഴി ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു, അതിൽ കോട്ടയത്ത് എത്തുമ്പോൾ ഒരു ഇടുങ്ങിയ വഴിയുണ്ട്. കോട്ടയക്കാർ ഞങ്ങളുടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാം? അവർ പല ഭാഗത്തേക്കും പോകുന്നില്ലേ? അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് എല്ലാവരും പോകും. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കുള്ള വഴി മാത്രം എൻ്റേതാണ്, അതിനെക്കൂടെ നടക്കണം, എനിക്ക് ഫീസ് തരണം എന്ന് പറയാൻ അത് സ്വാഭാവികമായിട്ടും ഒരു മാന്യതയല്ല, ന്യായമല്ല. അപ്പോൾ അത് നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് 60 ഡേയ്സ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫീസ് പിരിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതൊക്കെ ഇറാനിലെ ഈ പറയുന്ന IRGC എന്ന് പറയുന്ന സംവിധാനത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പുറത്തു വരുന്ന പ്രസ്താവനകളാണ്. അപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ള പ്രസ്താവനകൾ മുഴുവൻ IRGCയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനയാണ്. ലോകരാജ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുള്ള പ്രസ്താവന എന്നതിനേക്കാൾ ഏറെ ഇത് IRGCയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനയാണ് എന്ന് വേണം വിചാരിക്കാൻ. IRGC ഒന്ന് തണുക്കും, ഇവർ അധികാരത്തിലേക്ക് പെഷേഴ്സ്ക്കിന് പൂർണ്ണമായിട്ട് അധികാരം കിട്ടും, നെഗോസിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇത് നവംബർ 6-നും തീരാൻ സാധ്യത കുറവാണ്. 60 ഡേയ്സ് കൊണ്ട് തീരില്ല. നവംബർ 6 കഴിയുമ്പോൾ ട്രംപിന്റെ മൂഡ് മാറും. ഇലക്ഷൻ ജയിച്ചാലും തോറ്റാലും എന്തായാലും ട്രംപിന്റെ മൂഡ് ഇതായിരിക്കില്ല. അപ്പം അതിനനുസരിച്ച് ഈ പറഞ്ഞ നെഗോസിയേഷൻ ഡിഫറൻസ് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിനെ അതുവരെ പിടിച്ചുകെട്ടി നിർത്തുക എന്നുള്ള വളരെ ശ്രമകരമായ ഒരു ജോലി അമേരിക്കയുടെ ഭാഗത്തുണ്ട് എന്നുള്ള നേരാണ്. ഈ കുതിക്കാൻ നിൽക്കുന്ന കുതിര പോലെ ഇതിങ്ങനെ നിൽക്കുകയാണ്, ഏത് നിമിഷവും കയറും പൊട്ടിച്ച് പാഞ്ഞളെ. അപ്പം അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ള വളരെ ശ്രമകരമായ ജോലി അമേരിക്കയുടെ ഭാഗത്തുണ്ട്. IRGCയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ജോലി ഈ പറയുന്ന പെഷേസ്കിയാൻ ക്വാലിബാഫ് ടീമിന്റെ ഭാഗത്തുമുണ്ട് എന്നുള്ളതാണ്. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പ്രകാരം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാകുമോ എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്ന സംഗതി. 60 ദിവസത്തിനപ്പുറത്തേക്കും വെടിനിർത്തൽ നീളുമോ, 60 ദിവസം കഴിഞ്ഞാൽ എഗ്രിമെന്റ് ഒപ്പിടുമോ എന്നുള്ള കാര്യം നിശ്ചയിക്കുന്നത് ഇസ്രായേലിനെ എത്രത്തോളം നിയന്ത്രിക്കാൻ US-ന് കഴിയും, IRGC എത്രത്തോളം ഇല്ലാതാക്കാൻ ഇപ്പോൾ ഇറാനിൽ അധികാരത്തിലെത്തിയിട്ടുള്ള അല്ലെങ്കിൽ അധികാരം കൈയാളിയിട്ടുള്ള ആളുകൾക്ക് സാധിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്.